ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഒരു ലുലുപ്പോക്കാണ് ഗൈസ്. അങ്ങനെ തന്നെ ഞങ്ങൾ ചിരിച്ചിട്ട് അങ്ങനെ നീട്ടി കാൽനട യാത്ര. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോൾ ബസ് ഉണ്ടോയെന്ന് ടൈം നോക്കിയപ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല. ബസ് 6:30-ക്കായിരുന്നു. ഞങ്ങൾ എത്തിയത് 5:45 ആകുമ്പോൾ ഞങ്ങൾ താഴെ എത്തിയിരുന്നു. അപ്പം ബസ് 6:30-ക്കില്ല, അതുവരെ വെയിറ്റ് ചെയ്യേണ്ടത് വിചാരിച്ച് ഞങ്ങൾ വേഗം ഓട്ടോയിൽ കയറി നേരെ ലുലുവിലേക്ക് വിട്ട്. അങ്ങനെ ഓണത്തിന് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാവേലി ഉണ്ടായിരുന്നു പുറത്ത്, അതുകൂടാണ്ട് ആനയും ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് കയറി. അമ്മ അതേണ്ട എൻ്റെ മുന്നേ പോകുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ഹിന്ദി സോങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിരുന്നു. ഞങ്ങളൊന്നും നോക്കില്ല, ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി, വേഗം കയറി. കാരണം അവിടെ സാധനം മേടിച്ച് നമുക്ക് പോകണമല്ലോ, ഇരുടാവുന്നതിന് മുന്നേ നമുക്ക് വേഗം അവിടെ എത്തണമല്ലോ. കാരണം ഞങ്ങൾ ഇറങ്ങിയത് 5:30 ആകുമ്പോൾ ആണല്ലോ നമ്മൾ ഇറങ്ങിയത്. അപ്പം വേഗം 7 മണി 8 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ കയറി. അതുകൊണ്ട് ഒന്നും നോക്കില്ല, നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഇതേണ്ട നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണം പ്രമാണിച്ച് അങ്ങനെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊട്ടെടുക്കാൻ പോയിട്ടാ. കൊട്ടെടുത്തിട്ട് വെറുതെ എങ്കിലും കൊട്ടെടുക്കാന്ന് വിചാരിച്ച് എടുത്തതാണ് ഫ്രണ്ട്സ്. കാരണം ഇനിയിപ്പം ഞങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊട്ടെടുക്കണ കൈമ്പ് പിടിച്ച് നടക്കണ്ടേ, അതുകൊണ്ട് ഒരു കൊട്ടെടുത്തു. അങ്ങനെ അതേണ്ട ഈ മാമാരത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ടായിരുന്നു, നല്ലൊരു സാധനമായിരുന്നു, നല്ല ഓഫറുള്ള കാര്യമായിരുന്നു അത്. കാരണം അതിന് 400 സംതിങ്ങിൻ്റെ 499ൻ്റെ സാധനമായിരുന്നു അത്. ഞങ്ങൾക്ക് 299 കിട്ടി. അത്രയ്ക്കും നല്ല ഓഫർ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത്. ആ പ്ലേറ്റൊക്കെ എന്താണെന്ന് വിചാരിക്കും, ഞങ്ങൾക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഗൈസ് ആ പ്ലേറ്റ്. കാരണം 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ ആ സെറ്റിൽ. അങ്ങനെ അതും പർച്ചേസ് ചെയ്ത്, പിന്നെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ആ സാധനം എടുത്ത്, പിന്നെ ഉണക്കൽ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അമ്മ നോക്കി. കാരണം അതൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അമ്മ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ആ ബ്രൗണി എടുത്തിട്ട് അതിലേക്ക് ഇട്ട്. പിന്നെ ഈ ഒരു കേക്കും മേടിച്ചുട്ടാ. ഇതിൽ 4 പീസായിരുന്നു ഉണ്ടായിരുന്നത്, 99 ഉറുപ്പ്യുള്ളായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ 8 പൊറാട്ട അങ്ങനെ വാങ്ങിച്ചു. പിന്നെ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, നമ്മൾ ചിക്കൻ പൊരിച്ചത് മേടിച്ചു, ചിക്കൻ 65 മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രോസ്റ്റഡും വാങ്ങിച്ചു, പിന്നെ പിസയും വാങ്ങിച്ചു. അതിന് റേറ്റ് കുറവുള്ള എനിക്ക് അമ്മയ്ക്ക് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വെള്ളം വേണമല്ലോ വിചാരിച്ചിട്ട് ഏത് വെള്ളം വാങ്ങണം എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ അമ്മ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ച്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പം അമ്മ തൻ്റെ ഫ്രൂട്ടി വാങ്ങാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഫ്രൂട്ടി വാങ്ങാനാണ് എന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ ബൂസ്റ്റിന് 34 അങ്ങനെ അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഇട്ടേച്ച് പോയപ്പോൾ ഞാനത് മേടിച്ചു. എനിക്ക് വേണം, അമ്മയ്ക്ക് വേണമെങ്കിൽ വേണ്ട, എനിക്ക് വേണം. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ആ കയറ്റം കയറുമ്പോൾ അമ്മ അങ്ങോട്ട് ദേണ്ടേ കുടിക്കുന്നു എൻ്റെ ഒന്ന് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് എടുത്താൽ മതിയായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ ബില്ലാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി നോക്കിയപ്പം അവിടെ ഫുള്ളായിരുന്നു ഗൈസ്. അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാം ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് താണ്ടേ അവിടെ നിന്ന് നോക്കി. പക്ഷേ ഹിന്ദി സോങ് ആയിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. കാരണം വെറുതെ ഇപ്പോൾ അവിടെ നിന്ന് ടൈം കളഞ്ഞിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ലല്ലോ. സോ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഓട്ടനെ വെയിറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി മാവേലീനെ കാണിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മാവേലീനെയും കാണിച്ചു. നേരെ കൊമ്മേലിലേക്കുള്ള ഓട്ടോ കയറി. കൊമ്മേലിലേക്കൊക്കെ ഇവിടുന്ന് ഓട്ടോ കിട്ടാൻ പ്രയാസമാട്ടോ. അങ്ങനെ ഓട്ടോ ഒന്നും അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നപ്പം കിട്ടിയതാണ്. ആ മുന്നത്തെ ഓട്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പോകില്ല എന്ന്. അങ്ങനെ ബാക്കിലിരിക്കുന്ന ഓട്ടോയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പോകുന്നു. നമ്മൾ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ തിന്നാൻ സാധനം മേടിച്ചു കൈമല് കണ്ടെടുത്ത് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ തിന്നാൻ വേണ്ടി നോക്കിയിട്ടാ ഭയങ്കര തിരക്കി. അതുകൊണ്ട് പിന്നെ അവിടെ സാധനം മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയിട്ട് ആ സമാധാനത്തോടെ നിന്നണം. അത് തിന്ന് കഴിഞ്ഞിട്ട്